ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഒരുപാട് കറക്കങ്ങളും അല്ലെങ്കിൽ സ്ഥലങ്ങളൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ഇന്ന് എക്സ്പ്ലോറിങ് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് കുറേ കാര്യങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനൊന്നുമില്ല, പർച്ചേസ് ചെയ്യണം. എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പിന്നെ നമ്മുടെ കാറിന് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മേടിക്കണം. ഇന്നലെ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ കോയമ്പത്തൂർ മാർക്കറ്റിൽ ഒരുപാട് ഉക്കണ്ടോ, ആ സ്ഥലത്തൊക്കെ ഒരുപാട് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് യൂട്യൂബിൽ കണ്ടു. ഇനി സത്യമാണോ അല്ലേ എന്നുള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക. 2023 മുന്നേ എന്താവണം മസു? എന്താണ് നമ്മുടെ ടാർഗറ്റ്? 10K സബ്സ്ക്രൈബേഴ്സ് ആകണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ ഒരു 2 മ്യൂസിയം ഉണ്ട്. ഫോറസ്റ്റ് മ്യൂസിയവും പിന്നെ GD നായിഡു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് കാർ മ്യൂസിയം. ഈ 2 മ്യൂസിയം നമ്മൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിടാൻ പോകുന്നത് കൊച്ചിയിലോട്ടാണ്. കൊച്ചിയിലായിരിക്കും ഇന്നത്തെ സ്റ്റേ. ഇനി ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലോട്ട്. ബൈ ബൈ. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം GD മ്യൂസിയമാണ്. ഇവർക്കൊരു കാർ മ്യൂസിയം ഉണ്ട്, പിന്നെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ട്. അവിടെ കാർ പാർക്കിംഗ് ഇല്ല കേട്ടോ. കാറ് ഇവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യണം. ഈ സൈഡിൽ ഫുള്ള് പാർക്കിംഗ് ആണ്. തിരിച്ചു വരുമ്പോൾ പറ്റി കിട്ടുമെന്തോ. ആരെയും ബസ്സുമല്ല, അതോ അവിടെ നിൽക്കുകയാണ്. GDയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഡിറ്റോറിയമാണ് അവിടെ. ഒന്ന് സയൻസിലോട്ടും ഒന്ന് കാർ മ്യൂസിയവും. ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ വേണമെങ്കിൽ കാർ മ്യൂസിയം മാത്രം കണ്ടാൽ മതിയെങ്കിൽ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. സയൻസ് മ്യൂസിയം ആണെങ്കിൽ അതിന് സെപ്പറേറ്റ്. നമ്മളിപ്പോൾ 2 കൂടിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കൂടി, അത് 2 അഡൽറ്റും ഒരു ചൈൽഡിനും കൂടി നമുക്ക് 430 റുപ്പീസായി. കോംബോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ജാനുവിനും ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ജാനുവിനില്ല. 6 ഉള്ളൂ. ജാനു, ഇതെന്തോന്ന് കയ്യിൽ? എവിടെ പോണേ?
കിട്ടുന്ന ടേസ്റ്റ് ആ ലൈം ജ്യൂസ് കൊണ്ട് തുലച്ചു. അത്രയ്ക്ക് മോശമായ ഒരു ലൈം ജ്യൂസ് ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വലിയ ബ്രാൻഡഡായ തലപ്പാക്കട്ടി ബിരിയാണി 423. ഭാരിച്ച വെയിറ്റൊക്കെ എടുത്തുകൊണ്ട് ബസ് കാറിൻ്റെ അങ്ങോട്ട് പോയാണ്.